പുതിയങ്ങാടി ചൂട്ടാട് മഞ്ച ഫിഷ് ലാൻഡിംഗ് സെന്ററിന് സർക്കാർ 5 കോടി രൂപ അനുവദിച്ചു. ദീർഘനാളുകളായുള്ള മത്സ്യത്തൊഴിലാളികളുടെയും തീരദേശവാസികളുടെയും പ്രധാന ആവശ്യമാണ് നടപ്പിലാകാൻ പോകുന്നതെന്ന് വിജിൻ MLA പറഞ്ഞു. മത്സ്യത്തൊഴിലാളികളുടെയും തീരദേശവാസികളുടെയും ഏറെ നാളുകളായുള്ള ആവശ്യമാണ് പുതിയങ്ങാടി ചൂട്ടാട് ഫിഷ് ലാൻഡിംഗ് സെന്റർ വേണമെന്നത്. മത്സ്യബന്ധനത്തിന് ശേഷം ബോട്ടുകൾ കരയ്ക്കടുപ്പിക്കാൻ ശാശ്വതമായ കേന്ദ്രം ഇവിടെയില്ല. കാലവർഷത്തിൽ കടലാക്രമണം രൂക്ഷമായാൽ കടൽ തീരത്തോട് മത്സ്യബന്ധന യാനങ്ങൾ അടുപ്പിക്കാൻ ഏറെ പ്രയാസമാണ്. ഇത് പരിഹരിക്കുന്നതിനായാണ് മത്സ്യത്തൊഴിലാളികൾ ഫിഷ് ലാൻഡിംഗ് സെന്റർ അനുവദിക്കണമെന്നത് ആവശ്യപ്പെട്ടിരുന്നത്. ഇതിന്റെ ഭാഗമായി വിജിൻ MLAയുടെ നേതൃത്വത്തിൽ ഹാർബർ എഞ്ചിനീയർ വകുപ്പിന്റെ ഉന്നത ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിക്കുകയും വിശദമായ പദ്ധതി രേഖ തയ്യാറാക്കുകയും ചെയ്തിരുന്നു. തുടർന്നാണ് ആദ്യഘട്ട പദ്ധതിക്കായി സർക്കാർ 5 കോടി രൂപ അനുവദിച്ചത്. വലിയ ബുദ്ധിമുട്ടാണ് മത്സ്യത്തൊഴിലാളികൾ, മത്സ്യം പിടിച്ചു വരുന്ന മത്സ്യത്തൊഴിലാളികൾ സൗകര്യക്കുറവ് കൊണ്ട് മണിക്കൂറുകളോളം കാത്തു നിൽക്കേണ്ട സാഹചര്യം വരുമ്പോൾ മത്സ്യത്തൊഴിലാളികൾ തന്നെ പങ്കുവച്ച പ്രയാസം മീനിന് തന്നെ വലിയ നിലയിലുള്ള വില ലഭ്യമാകാത്ത സാഹചര്യം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഇത്തരം പ്രശ്നങ്ങളെല്ലാം ചേർത്ത് വെച്ചുകൊണ്ടാണ് നമ്മുടെ മത്സ്യത്തൊഴിലാളികൾക്കും നമ്മുടെ മണ്ഡലത്തിൻ്റെയും നമ്മുടെ നാടിൻ്റെയും മത്സ്യോൽപാദന രംഗത്തെ ഒരു പ്രവർത്തനത്തെ കൂടുതൽ ശക്തിപ്പെടുത്താൻ ചൂട്ടാട് ഫിഷ് ലാൻഡിംഗ് സെന്റർ അത് യാഥാർത്ഥ്യമാക്കണം എന്ന ചർച്ച ഉയർന്നു വന്നു. തീർച്ചയായും അതിൻ്റെ ഭാഗമായിട്ടാണ് നവകേരള സദസ്സിൻ്റെ പദ്ധതികൾ പ്രഖ്യാപിച്ചപ്പോൾ 5 കോടി രൂപ നേരത്തെ തന്നെ എസ്റ്റിമേറ്റും കാര്യങ്ങളും ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ അവിടെ പോയി ചർച്ച ചെയ്തിരുന്നു. 5 കോടി രൂപ ഇപ്പോൾ സംസ്ഥാന സർക്കാർ അനുവദിച്ചിരിക്കുകയാണ്. ഏതായാലും വളരെ വേഗതയിൽ തന്നെ അതിൻ്റെ പ്രവർത്തനം തുടങ്ങാൻ ആവശ്യമായ നിർദ്ദേശമാണ് ഉദ്യോഗസ്ഥർക്ക് കൊടുത്തത്. നമ്മൾ 1ാം ഘട്ടമാണ് ഈ 5 കോടി രൂപ വെച്ച് പൂർത്തീകരിക്കുന്നത്. നമുക്ക് കുറച്ചുകൂടി അതിനെ വിപുലപ്പെടുത്തേണ്ടതുണ്ട്. ഫിഷ് ലാൻഡിംഗ് സെന്ററിനെ കുറച്ചും കൂടി വിപുലപ്പെടുത്തേണ്ടതുണ്ട്. അതിൻ്റെ ആദ്യ ഫേസ് നമുക്ക് 5 കോടിയിൽ തുടങ്ങാൻ പറ്റും. തുടങ്ങിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് പൂർത്തിയാവുന്നതോടുകൂടി അവിടെയുള്ള ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നത്തെ നമുക്ക് മറികടക്കാൻ പറ്റും. ഫിഷ് ലാൻഡിംഗ് സെന്റർ വരുന്നതോടെ അത് തീരദേശവാസികൾക്കും മത്സ്യത്തൊഴിലാളികൾക്കും ഒരുപോലെ ഏറെ ഉപകാരപ്രദമാകും. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി.